നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. എട്ടുമന കാരണയിൽ മഠം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി മഹാക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവം ഭക്തിനിർഭരമായി. ചടങ്ങുകളുടെ ഭാഗമായി ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ മഹാരൂപക്കളം ഒരുക്കി നിരവധി ഭക്തർ പങ്കാളികളായി. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ തൃശൂർ റൂറൽ പോലീസ് ജില്ലയുടെ ചിൽഡ്രൻ ഡീകാപ്പ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന മീറ്റ് ദ മാസ്റ്റർ പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം കുട്ടികളുമായി സംവദിച്ചു. വല്ലച്ചിറയിൽ വയോധികനെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലച്ചിറ മിനി സ്റ്റേഡിയത്തിനടുത്തുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ സുഹൃത്തുക്കളുമായി മദ്യലഹരിയിൽ ഉണ്ടായ തർക്കത്തിനിടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി വെള്ളപ്പറമ്പിൽ വീട്ടിൽ മിഥുനാണ് മരിച്ചത്. സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. എട്ടുമന കാരണയിൽ മഠം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി മഹാക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവം ഭക്തിനിർഭരമായി. ചടങ്ങുകളുടെ ഭാഗമായി ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ മഹാരൂപക്കളം ഒരുക്കി. ശനിയാഴ്ച രാത്രി ഭഗവാൻ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെയും ഗോവിന്ദാചാര്യന്റെയും പുറത്തേക്കെഴുന്നള്ളിപ്പും തിറവെള്ളാട്ട്, മയൂരകാവടി, ദേവനൃത്തം, പ്രാചീന കലകൾ, തിറയാട്ടം, വെടിക്കെട്ട് എന്നിവയും വലിയച്ചന്മാരുടെ കളത്തിൽ പൂജയും ഉണ്ടായിരുന്നു. ഞായറാഴ്ച മഹാരൂപക്കളം ഒരുക്കി. വലിയച്ചന്മാരുടെ കളത്തിൽ നൃത്തം, കുക്ഷികൽപ്പ സമാധിയിൽ ഗുരുപൂജ, 80-ൽ പരം കലാകാരന്മാരെ അണിനിരത്തി പാണ്ടിമേളം എന്നിവയുമുണ്ടായി. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ തൃശൂർ റൂറൽ പോലീസ് ജില്ലയുടെ ചിൽഡ്രൻ ഡീകാപ്പ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന മീറ്റ് ദ മാസ്റ്റർ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായുള്ള 2ാമത്തെ ക്ലാസ്സിനാണ് സ്കൂൾ വേദിയായത്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം കുട്ടികളുമായി സംവദിച്ചു. അതുവരെ പോലീസ് സർവീസിൽ ഉണ്ടായിരുന്ന must be 1980s ഏതെങ്കിലും ബാച്ച് ആയിരിക്കും. സോ ബട്ട് സ്റ്റിൽ വിജയ് കുമാർ എന്ന് പറഞ്ഞ ഒരു ഓഫീസറുടെ ഐഡന്റിറ്റി എന്താന്ന് പറഞ്ഞാൽ വീരപ്പനെ പിടിച്ചു. മനസ്സിലായില്ലേ? സോ അദ്ദേഹത്തിന്റെ ലൈഫിൽ വേറെ കുറേ ക്രിമിനൽസിനെ പിടിച്ചിട്ടുണ്ട്. കുറേ ജില്ലയിൽ SP ആയിരുന്നു. അന്നത്തെ സമയം ജയലളിതാവായിരുന്നു അവിടെ ചീഫ് മിനിസ്റ്ററുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്ററുടെ SPG-യിലുണ്ടായിരുന്നു. അങ്ങനെ പല പോസ്റ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് എപ്പോഴും ആൾക്കാർ ഓർക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വീരപ്പനെ പിടിച്ചു. സോ അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഒരു മുഖമാണ് നമുക്ക് ഗ്രേറ്റ് ആയിട്ട് തോന്നുന്നത്. ആണോ അല്ലേ? സോ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ I would agree is a great person. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 4 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 120 SPC കേഡറ്റുകൾ പങ്കെടുത്തു. വല്ലച്ചിറയിൽ വയോധികനെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലച്ചിറ മിനി സ്റ്റേഡിയത്തിനടുത്തുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വല്ലച്ചിറ ചക്കും ചാത്തുപറമ്പിൽ 66 വയസ്സുള്ള മുകുന്ദനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെരിഞ്ചേരി ALP സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റം നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KA പ്രദീപ്, CPM ലോക്കൽ സെക്രട്ടറി AK മോഹനൻ, CPI ലോക്കൽ സെക്രട്ടറി റാഫി കാട്ടുകാരൻ, രാജൻ കൊപ്പുള്ളി, NR മുരളീധരൻ എന്നിവർ സംസാരിച്ചു. AKTA കൂർക്കഞ്ചേരി ഏരിയ കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജലജ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അതായത് ക്ഷേമനിധി അംശാദായം അടയ്ക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് അല്ലെ, അതൊക്കെ കേട്ടിട്ടാണ് നമ്മളെ കൂടെ ഈ ക്ഷേമനിധിയിലൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ അവസ്ഥകളാണ് ഇന്ന് ക്ഷേമനിധി ബോർഡ് നമ്മളോട്, അതായത് തയ്യൽക്കാരായ നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ 31-ാം തീയതി നമ്മൾ സമരം നടത്തുകയുണ്ടായി. കുറച്ച് ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തൃശ്ശൂര്
കേരളത്തിലെ മുഴുവൻ 14 ജില്ലകളിലെയും ക്ഷേമനിധി ബോർഡുകൾക്ക് മുമ്പിലാണ് നമ്മൾ സമരം നടത്തിയത്. അവിടെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റിട്ടയർമെന്റ് ആനുകൂല്യം അല്ലേ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10 രൂപ അംശാദായം അടയ്ക്കുന്ന കാലത്ത്, അതായത് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ 60 വയസ്സാവുന്ന ഒരാൾക്ക്, അതായത് 42 വർഷം ക്ഷേമനിധി അടയ്ക്കുന്ന ഒരാൾക്ക് 60,000 രൂപ നമുക്ക് ക്ഷേമനിധിയുടെ ആനുകൂല്യം അല്ലെ, റിട്ടയർമെന്റ് തുക നമുക്ക് ലഭിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 വർഷം മുതൽ 60 വയസ്സ് വരെ, 18-ാം വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ അടയ്ക്കുന്ന ആളുകൾക്കാണ്. കണിമംഗലം EMS ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. തൊഴിലാളികൾക്ക് ഇരട്ട പെൻഷൻ ലഭ്യമാക്കുക, പെൻഷൻ സമയത്ത് തുക പലിശയടക്കം കുടിശ്ശികയില്ലാതെ ലഭ്യമാക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ സുഹൃത്തുക്കളുമായി മദ്യലഹരിയിലുണ്ടായ തർക്കത്തിനിടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി വെള്ളപ്പറമ്പിൽ വീട്ടിൽ മോഹനന്റെ മകൻ 29 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്തുക്കളായ 4 പേരെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ സുഹൃത്തുക്കളായ 4 പേരെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച വൈകിട്ട് 6:45 5-ാം കല്ലിന് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം നടന്നിരുന്നു. പിന്നീട് 5-ാം കല്ലിന് പടിഞ്ഞാറ് വെച്ച ഇവർ തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി. തർക്കത്തിനിടെ മിഥുന്റെ വയറ്റിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ആഴത്തിൽ മുറിവേറ്റ യുവാവിന്റെ കുടൽ പുറത്തായിരുന്നു. പരിക്കേറ്റ് കിടന്ന യുവാവിനെ ഏങ്ങണ്ടിയൂർ ഏത്തായി സനാതന ആംബുലൻസ് പ്രവർത്തകരെത്തി ഉടൻ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആക്രമണത്തിനിരയായ മിഥുനെ ആംബുലൻസിൽ കയറ്റുന്നതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന 2 സുഹൃത്തുക്കളെയും ആംബുലൻസ് പ്രവർത്തകർ വാഹനത്തിൽ തന്ത്രപൂർവ്വം കയറ്റിയിരുന്നു. ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ ഇവരെക്കുറിച്ച് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ഈസ്റ്റ് പോലീസിന് വിവരം കൈമാറുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിക്ക് മുന്നിൽ വെച്ച 2 പേരെയും ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാടാനപ്പള്ളി പോലീസിന് കൈമാറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 8:15 മിഥുൻ മരിച്ചത്. ആക്രമണത്തിൽ പങ്കാളികളായ മറ്റു 2 പേരെ രാത്രിയിൽ തന്നെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സനാതന ആംബുലൻസ് പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടലിലാണ് പ്രതികൾ ഉടൻ പിടിയിലാകാൻ കാരണമായത്. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് 61ാമത് പൂരം പ്രദർശനത്തിന്റെ ഭൂമി പൂജയും കാൽനാട്ട് കർമ്മവും നടന്നു. ഭദ്രദീപം കൊളുത്തി അനുമതി നൽകിയ ശേഷമാണ് കാൽനാട്ട് കർമ്മം നടന്നത്. മേക്കാവ് മേൽശാന്തി കാരക്കാട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭൂമി പൂജ നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തേക്കിൻകാട് മൈതാനിയിലെ പ്രദർശന ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, TN പ്രതാപൻ MP, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TS സുന്ദർമേനോൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ പങ്കുചേർന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്റ്റോറാക്കി നവീകരിച്ച പുത്തൻപീടികയിലെ റേഷൻ കട നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ 3ാമത്തെയും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെയും സ്റ്റോറാണ് പ്രവർത്തനം ആരംഭിച്ചത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ആന്റോ, സപ്ലൈ ഓഫീസർ VU മധുസൂദനൻ, അന്തിക്കാട് റേഷനിംഗ് ഇൻസ്പെക്ടർ KV വിനോഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MN രാജേഷ്, KB രാജീവ്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ അംഗൻവാടിയുടെ ശിലാസ്ഥാപനം നടത്തി. 14-ാം നമ്പർ പല്ലവി അംഗൻവാടിയുടെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള ഭൂരിപക്ഷം വരെ 375 കോടി ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാൻ ഈ കേരള സർക്കാരിനല്ലാതെ, നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാരിനല്ലാതെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ വളരെ ഗൗരവത്തിലുള്ള രീതിയായിരിക്കും നാളത്തെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞ് കണ്ടുവന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നമ്മൾ സാമൂഹ്യപരമായ ചില മാറ്റങ്ങൾ പ്രദേശത്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ് സർക്കാരുകളിലേക്ക് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അംഗനവാടി. അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെക്കുന്നതിനും, അതുപോലെ തന്നെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും, അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏതൊക്കെയാണ് നമ്മുടെ പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ആശയപരമായ രീതിയിലേക്ക് ഉയർത്തി കൊടുക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകൾ നാളെ പ്രഖ്യാപിക്കാൻ പോകുകയാണ്.
പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NN ജോഷി, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ ശോഭിരാജ്, KV ഇന്ദുലാൽ, TV പുഷ്പ, ദീപ വസന്തൻ, പഴുവിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി, AB ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 106ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ മധുരിക്കും ഓർമ്മകൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദര സദസ്സ് സംഘടിപ്പിച്ചു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലാകായിക മേളയിൽ വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. MM ഇക്ബാൽ, ദിനേശ് ശങ്കർ, പ്രതാപൻ, മജീദ്, അൻവർ, കിഷോർ, ശിവകുമാർ, സതീഷ്, മസൂദ്, മണികണ്ഠൻ, ക്ലമൻ, അനിത, ലതാരാജ്, ശ്യാമള ദിലീപ്, മണി ഉണ്ണികൃഷ്ണൻ, ലൈല നസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരണം ഇന്ന് നിങ്ങൾക്ക് എല്ലാത്തിനും രക്ഷിതാക്കളായാലും അധ്യാപകരായാലും നിങ്ങളെ മുൻപിൽ നിന്ന് എല്ലാം ചെയ്യിക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളെ കൂടെയുണ്ട്. വരുന്ന വർഷം എല്ലാ അഭിമാനമാണ്. കാരണം ഞങ്ങൾ TV നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാലക്കാടിന് പ്രൈസ് അടിക്കുന്നു, കണ്ണൂരിന് പ്രൈസ് അടിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് വലപ്പാട് ഹൈസ്കൂളിന് പ്രൈസ് വേണ്ടതെന്ന് നമ്മൾ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്. ചേർപ്പ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യ കുടിവെള്ള പരിശോധന ക്യാമ്പ് നടത്തുന്നു. ഈ മാസം 5 മുതൽ 10 വരെയും 12, 13 ദിവസങ്ങളിലുമാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 5-ന് പാറക്കോവിൽ സെന്റർ, 6-ന് പഞ്ചായത്ത് മിനി ഹാൾ, 7-ന് പൂത്തറയ്ക്കൽ സെന്റർ, 7-ന് പൂത്തറയ്ക്കൽ കമ്മ്യൂണിറ്റി ഹാൾ, 8-ന് കൈരളി അംഗൻവാടി, 9-ന് പൂത്തറയ്ക്കൽ സബ് സെന്റർ, 10-ന് ഊരകം സബ് സെന്റർ, 12-ന് എട്ടുമന വായനശാല, 13-ന് പടിഞ്ഞാട്ടുമുറി GJBS-ലുമാണ് ക്യാമ്പ് നടക്കുക. പഞ്ചായത്തും തൃശൂർ വാട്ടർ വേൾഡും സംയുക്തമായി നടത്തുന്ന ക്യാമ്പിൽ കുടിവെള്ളം 1 ലിറ്ററിന്റെ കുപ്പിയിലാക്കി എത്തിച്ചാൽ സൗജന്യമായി പരിശോധിച്ച് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5810 രൂപ, പവന് 46,480 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. എട്ടുമന കാരണയിൽ മഠം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി മഹാക്ഷേത്രത്തിൽ തിറവിള്ളാട്ട് മഹോത്സവം ഭക്തിനിർഭരമായി. ചടങ്ങുകളുടെ ഭാഗമായി ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ മഹാരൂപക്കളം ഒരുക്കി നിരവധി ഭക്തർ പങ്കാളികളായി. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ തൃശൂർ റൂറൽ പോലീസ് ജില്ലയുടെ ചിൽഡ്രൻ DCAP സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന മീറ്റ് ദ മാസ്റ്റർ പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം കുട്ടികളുമായി സംവദിച്ചു. വല്ലച്ചിറയിൽ വയോധികനെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലച്ചിറ മിനി സ്റ്റേഡിയത്തിനടുത്തുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏങ്ങണ്ടിയൂർ 5-ാം കല്ലയിൽ സുഹൃത്തുക്കളുമായി മദ്യലഹരിയിൽ ഉണ്ടായ തർക്കത്തിനിടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി വെള്ളപ്പറമ്പിൽ വീട്ടിൽ മിഥുനാണ് മരിച്ചത്. സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.